ഒരു വർഷത്തിനിടെ 19 പേരാണ് സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരിച്ചത്. കടമ്പോട് സ്വദേശിയായ 8 വയസ്സുകാരൻ വീടിനകത്ത് പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശവുമായി വനംവകുപ്പ്. ശീതരക്തജീവികളാണ് പാമ്പുകൾ. അമിത താപം ഇവയ്ക്ക് സഹിക്കാനാകില്ല. അതിനാൽ തണുപ്പുള്ള സ്ഥലത്തേക്ക് ഇവ മാറിത്തുടങ്ങും. ഡിസംബർ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലാണ് പാമ്പുകൾ കൂടുതൽ സമയം പുറത്തിറങ്ങുക. അമിതമായ വേനൽ ചൂട് മനുഷ്യരെപ്പോലെ തന്നെ മൃഗങ്ങളെയും പാമ്പുകളെയും ബാധിക്കുന്നുണ്ട്. ചൂട് താങ്ങാനാകാതെ വരുന്നതോടെ ഇവ അസ്വസ്ഥരാകുന്നതായി വനംവകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ചൂട് അമിതമായതോടെ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പാമ്പുകൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ അഭയം തേടും. മൂർഖൻ പകലാണ് സാധാരണ പുറത്തിറങ്ങുന്നത്. ശംഖുവരയൻ എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ രാത്രിയിലും. തണുപ്പ് തേടി വീടിനോട് ചേർന്നുള്ള മരങ്ങളിലൂടെയും വള്ളികളിലൂടെയും മതിലിലൂടെയും ഇവ അകത്തെത്താൻ സാധ്യതയുണ്ട്. വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഓവുചാലുകൾ വഴിയും അകത്തെത്താം. വിറക്, മറ്റു വസ്തുക്കൾ എന്നിവ കൂട്ടിയിട്ടതിനിടയ്ക്കും കയറിയിരിക്കാം. ചൂട് കാരണം പലരും തറയിലും വീടിന് പുറത്തും കിടന്നുറങ്ങാറുണ്ട്. ഇത് പാമ്പുകടിയേൽക്കാനുള്ള സാധ്യത കൂട്ടും. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് അതിപ്രധാനമാണെന്ന് വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിനോജ് KS പറഞ്ഞു. നമ്മുടെ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ അന്തരീക്ഷത്തിലെ ചൂട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് നമ്മളെ മനുഷ്യന്മാരെയും അതേപോലെ തന്നെ നമ്മുടെ വന്യജീവികളെയും മറ്റ് ജീവികളെയും എല്ലാ ജീവജാലങ്ങളെയും ഈ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഈ വന്യജീവികൾക്കും അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കരുതലും സുരക്ഷയും എടുക്കേണ്ട ഒരു ജീവിയാണ് ഈ പാമ്പ്, ഉരകവർഗത്തിൽപ്പെട്ട പാമ്പുകൾ. ഇപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ റേഞ്ചിൻ്റെ ഭാഗമായിട്ട് കടമ്പോട് ഭാഗത്തുണ്ടായ 2 ദാരുണമായ സംഭവമായിരുന്നു. ഒരു വീട്ടിലെ ഉറങ്ങാൻ കിടന്ന ചേട്ടനനിയനും പാമ്പ് കടിച്ചതായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതിലൊരു കുട്ടി മരണപ്പെടുകയും മറ്റാൾ ഇപ്പോൾ വിദഗ്ധ ചികിത്സ നേടി ജീവൻ രക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇത് ഇനി ഒരിക്കലും ഒരാൾക്കും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാധാരണ ഈ സമയത്ത് ഈ വേനൽക്കാലം ആയതോടുകൂടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അന്തരീക്ഷ ചൂട് വർദ്ധിച്ചതുകൊണ്ട് ഈ ജീവികളെല്ലാം വെള്ളത്തിനായാലും അതേപോലെ തണുപ്പ് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധി നേരിടുന്നതിന് വേണ്ടിയിട്ട് തണുപ്പും സുരക്ഷിതമായ ഒരു താവളം അന്വേഷിച്ചുകൊണ്ട് എല്ലാ ജീവജാലങ്ങളും പുറത്തിറങ്ങുകയാണ്. പാമ്പും മൃഗവർഗ്ഗങ്ങളൊക്കെ പൊത്തിനകത്താണ് ജീവിച്ചു വരുന്നത്. അപ്പോൾ അതിനകത്തും അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി എവിടെയാണോ അവർക്ക് ഒരു തണലും ഒരു തണുപ്പും സുരക്ഷയും ഉള്ളത് ആ സ്ഥലം അന്വേഷിച്ച് അവർ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അവരുടെ സഞ്ചാരപാതയിൽ എവിടെ കയറുമ്പോഴാണോ അവർക്ക് ആ സുരക്ഷ കിട്ടുന്നത് അവിടെ അവർ കയറും. വീടിനകമായിരിക്കാം, ചിലപ്പോൾ കുളിമുറിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് വിറക് ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കാം. എവിടെയാണോ അവർ കണ്ടെത്തുന്ന സുരക്ഷിതമായ താവളം അവരവിടെ ഉണ്ടാവും. പാമ്പിൻ്റെ അഡൾട്ടിനാണോ കുഞ്ഞിനാണോ വിഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിഷം ക്വാണ്ടിറ്റി കുറവാണ്. പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടത് നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ക്ലീൻ ആയിട്ടിരിക്കുക. ഈ ചപ്പുചവറുകൾ വലിച്ചിടുക, നമ്മുടെ പഴകിയ ആഹാര സാധനങ്ങൾ വലിച്ചെറിയാതിരിക്കുക. ഈ ആഹാര സാധനങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും നമ്മൾ വലിച്ചെറിയുമ്പോൾ ഇത് ഭക്ഷിക്കുന്നതിന് വേണ്ടി എലികളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വരുമ്പോൾ അതിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഈ പാമ്പുകളും അവിടെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മളെ ഈ ചൂട് കൂടിയതുകൊണ്ട് നമ്മൾ വീടിനകത്തിരിക്കുമ്പോൾ ജനലും വാതിലൊക്കെ തുറന്നത് സ്വാഭാവികമാണ്. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ റൂമും അതിൽ അടഞ്ഞ് കൂട്ടിയിടാത്ത സാധനങ്ങളൊക്കെ കൂട്ടിയിടുന്ന ഒഴിവാക്കുക. അതേപോലെ എല്ലാം നമ്മുടെ കണ്ണെത്തുന്ന രീതിയിൽ വയ്ക്കുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും കിടക്കുമ്പോൾ നമ്മളുടെ കിടന്നുറങ്ങുന്ന ബെഡ്ഷീറ്റും കിടക്കൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഉപയോഗിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. അങ്ങനെ വീടും പരിസരവും എല്ലാ ദിവസവും ക്ലീൻ ചെയ്താൽ അത്രയും നല്ലത്. പിന്നെ മാളങ്ങൾ, കല്ലിൻ്റെ പൊത്തുകളോ മറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് നമുക്ക് ജനങ്ങൾക്കായിട്ടും പറഞ്ഞു തരാനായിട്ടുള്ളത്. 2020 ഓഗസ്റ്റിലാണ് വനംവകുപ്പിന്റെ സർപ്പ അഥവാ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് പ്രവർത്തനം തുടങ്ങിയത്. സാമൂഹിക വനവൽക്കരണ വിഭാഗം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരാണ് സർപ്പ ജില്ലാ കോർഡിനേറ്റർമാർ. ഭീഷണിയാവുന്ന നിലയിൽ കണ്ടെത്തുന്ന പാമ്പിന്റെ ചിത്രം സർപ്പ മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്താൽ പരിശീലനം നേടിയ സന്നദ്ധ പ്രവർത്തകരെത്തി അതിനെ പിടികൂടി നീക്കം ചെയ്യും. പാമ്പുകളെ പറ്റിയുള്ള സംശയ നിവാരണം
പാമ്പിൻ വിഷചികിത്സ നൽകുന്ന ആശുപത്രികളുടെ വിവരം, അംഗീകൃത റെസ്ക്യൂവർമാരുടെ മൊബൈൽ നമ്പർ എന്നിവ ഈ ആപ്പിൽ നിന്ന് ലഭിക്കും. നമ്മളുടെ സർപ്പ ആപ്പ് ഉണ്ട്. നമ്മുടെ വനം വകുപ്പിൻ്റെ ആണത് സർപ്പ ആപ്പ് ഉള്ളത്. അതിൽ നമ്മൾ വനം വകുപ്പ് നമ്മുടെ അൻവർ സാറൊക്കെ അതിൻ്റെ ട്രെയിനിങ് നമ്മുടെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ട്രെയിനിങ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുണ്ട്. അപ്പോൾ അതിലൊക്കെ അംഗങ്ങളെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണോ ഏത് സമയത്താണോ അത് ആവശ്യം വരുന്നത് അതിൽ നോക്കിയിട്ട് നമുക്ക് ആ നമ്പർ കണ്ടെത്തിയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാനും അതിനെ റെസ്ക്യൂ ചെയ്യാനും പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ ഒരു ഇതും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ബോധവൽക്കരിച്ച് അത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എല്ലാവരുടെ മൊബൈലും കൈവശം വയ്ക്കുക എന്നുള്ളതാണ് കൂടിയാണ്. വനംവകുപ്പിന്റെ കീഴിലുള്ള സർപ്പയുടെ 2021 മുതലുള്ള കണക്ക് പ്രകാരം ജനവാസ കേന്ദ്രങ്ങളിലെത്തിയ 74,000-ലധികം പാമ്പുകളെ പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കിയിട്ടുണ്ട്. കത്തുന്ന ചൂടിൽ പാമ്പുകൾ പുറത്തിറങ്ങാനുള്ള സാധ്യത കൂടുതലാണെന്നും വീടിന്റെ പരിസരങ്ങളിലും മറ്റും ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയുന്നതും പാഴ്വസ്തുക്കൾ കൂട്ടിയിടുന്നതും ഒഴിവാക്കണമെന്നും വനംവകുപ്പിൽ നിന്ന് പരിശീലനം നേടിയിട്ടുള്ള സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയർ ദിനേഷ് ആമ്പല്ലൂർ പറഞ്ഞു. ഇപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് മൂർക്കൻ പാമ്പ്, അതുപോലെ വെള്ളിക്കട്ടനൊക്കെ കണ്ടു തുടങ്ങി. വെള്ളിക്കട്ടൻ്റെ ഒക്കെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന സമയമാണ്, ഈ സീസണാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ളത്. ഇന്നലെ ഈ അടുത്ത ദിവസം ഇന്നലെ തന്നെ ഞാൻ പാളകപ്പ് നഗർ നമ്മൾ വില്ലേജ് റോട്ടിൽ ഒരു വീട്ടിൽ രാത്രി തന്നെ ഇന്നലെ 9 നേരത്തെ വിളിക്കുകയായിരുന്നു. ഞാൻ പോയി ചെന്ന് നോക്കിയപ്പോൾ അവരെ കോമ്പൗണ്ട് അവരെ സിറ്റ് ഔട്ടിൻ്റെ പുറത്ത് ചെടികളൊക്കെ വെച്ചതിൻ്റെ ഇടയിൽ പാമ്പ് കണ്ടു എന്നുണ്ട് വിളിക്കും. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ വെള്ളിക്കട്ടനായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഏകദേശം 1 മീറ്ററോളം നീളമുള്ള വെള്ളിക്കട്ടനാണ്. വെള്ളിക്കട്ടനെ റെസ്ക്യൂ ചെയ്ത് ഇന്ന് ഞാനത് ഫോറസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വെള്ളിക്കട്ടനെ കാണാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയും രാത്രിയിലാണ് വെള്ളിക്കട്ടൻ പോലുള്ള പാമ്പുകളൊക്കെ തന്നെ വളരെ ആക്റ്റീവ് ആവുന്ന സമയങ്ങൾ. അപ്പോൾ സാധാരണ പാമ്പുകളെ കണ്ടുവരുന്ന ഒരു സീസണാണ്. നമ്മൾ മനുഷ്യർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ വെളിച്ചം ഉപയോഗിക്കുക, നമ്മുടെ വീടും പരിസരം വൃത്തിയായിട്ട് ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇല്ലാതെ വീടിൻ്റെ പരിസരത്തൊക്കെ തറയോടൊക്കെ ചേർന്ന് കല്ല്, കട്ടാല, ചകിരി, ചിരട്ട, ആവശ്യമില്ലാത്ത വിറകുകളൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് വേസ്റ്റ് അനാവശ്യമായിട്ട് വലിച്ചെറിയാണ്ട്. പാമ്പുകൾ ഒരിക്കലും മനുഷ്യരെ അന്വേഷിച്ച് വരുന്നതല്ല, പാമ്പുകൾ അവരെ ഭക്ഷണം തേടി വരുന്നതാണ്. അവർ എലീനോ അല്ലെങ്കിൽ തവളേനോ അവരെ ഭക്ഷണം അന്വേഷിച്ച് വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ പാമ്പിനെ കാണാനോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബൈറ്റ് കേൾക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വീടും പരിസരം കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിച്ച് വൃത്തിയായിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പാമ്പിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കണം, ശ്രദ്ധിക്കണം. കാര്യം പാമ്പുകൾ എപ്പോഴും ഒരു ഓരം ചേർന്നാണ് സഞ്ചരിക്കുക. വീടിൻ്റെ തറയോട് ചേർന്ന് ചുമനോട് ഒരു ഓരം ചേർന്നാണ് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്തേക്കൊക്കെ രാത്രി കാലങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്റ്റെപ്പുകളൊക്കെ വളരെ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങുന്നത്. ഈ സ്റ്റെപ്പിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മൾ ഊരി വെച്ചുള്ള ചെരുപ്പിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പം ഈ പാമ്പുകളിരിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ AC ഉള്ളിൽ നിന്ന് പാമ്പിനെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നിന്ന്, അലമാരയുടെ ഉള്ളിൽ നിന്ന്, കാറിൻ്റെ ഉള്ളിൽ നിന്ന്, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഞാൻ പാമ്പിനെടുത്ത അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ചൂട് കനക്കുന്നതാണ് വീട്ടുവളപ്പിലേക്കും വീടുകൾക്കുള്ളിലേക്കും പാമ്പ് വരാനുള്ള കാരണം. തണുപ്പുള്ള ഇടം തേടി പാമ്പുകളെത്തും. പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. കടുത്ത ജാഗ്രത പാലിക്കണമെന്നാണ് വനംവകുപ്പിന്റെ നിർദ്ദേശം. പാമ്പിന്റെ കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് പ്രധാനം. അഥവാ കടിയേറ്റാൽ ചികിത്സ അല്പം പോലും വൈകരുത്. NCTV പുതുക്കാട്.